സദൃശവാക്യങ്ങൾ അധ്യായം 3. മകനെ എന്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അവ ദീർഘായുസ്സും ജീവകാലം സമാധാനം നിനക്ക് വർദ്ധിപ്പിച്ചു തരും. ദൈവം വിശ്വസിയും നിന്നെ വിട്ടുപോകരുത്. അവയെ നിന്റെ കൈക്ക് കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ പലക എഴുതിക്കൊള്ളുക. അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ എല്ലാവരും നിശ്ചൽബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നമിച്ചു കൊള്ളുക, അവൻ നിന്റെ പാതകളെ നേടിയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയുടെ ദോഷം വിട്ട് മാറുക. അവൻ നിന്റെ നാവിക്ക് ആരോഗ്യ മസ്തികൾക്ക് തണുപ്പുമായിരിക്കും. യഹോവയിൽ നിന്റെ ധനം കൊണ്ട് എല്ലാ വിളവിന്റെ ആദ്യഫലം കൊണ്ട് ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കടപ്പുരകൾ സമൃദ്ധിയായി നിറയും. നിന്റെ ചക്കകളെ വീഞ്ഞു കവിഞ്ഞിരുത്. മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനം ദുഷിക്കരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്ന പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിന്റെ സമ്പാദനം വലിയൊരു സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലത്. അത് മുത്തുകളിലും വിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിന് തുല്യമാകില്ല. അതിന്റെ വലങ്കയിൽ ദീർഘായുസും ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു. അതിന്റെ വഴികളും വഴികളും അതിന്റെ പാതകളും എല്ലാം സമാധാനമാവുന്നു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ദീർഘോഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു, വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു. അവന്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പുലർന്നു, ഭയങ്ങൾ മഞ്ഞു ഒഴുകുന്നു. അങ്ങനെ ഞാനും വകുതിരിവും കാത്തുകൊടുക്കുക. അവൻ നിന്റെ ദശയിൽ നിന്ന് മാറിപ്പോകുക. അവൻ നിന്റെ ജീവനും നിന്റെ കഴുത്തിന് അലങ്കാരവുമായിരിക്കും. അങ്ങനെ നീ നിർഭയമായി വഴി നടക്കും, നിന്റെ കാൽ ഇടുകയുമില്ല. നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാകില്ല. കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും. പെട്ടെന്നുള്ള പേടിക്ക് ഭയം, ദുഷ്ടന്മാർക്ക് വരുന്ന നാശനിമിത്തവും നീ ഭയപ്പെടുകയില്ല. യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യമാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക, നാളെ തരാമെന്ന് പറയരുത്. കൂട്ടുകാരൻ സമീപം നിർഭയം വസിക്കുമ്പോൾ അവന്റെ നേരെ ദോഷം നിരൂപിക്കരുത്. നിനക്കൊരു ദോഷം ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ശണ്ടയിടരുത്. സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത്. അവന്റെ വഴികളൊന്നും തിരഞ്ഞെടുക്കുകയും അരുത്. വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാവുന്നു, നീതിമാന്മാർക്ക് അവന്റെ സഖ്യതയുണ്ട്. യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്, നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു. പരിഹാസികളെ അവൻ പരിഹസിക്കുന്ന എളിയവർക്കോ അവൻ പുക നൽകുന്നു. ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും, ദോഷന്മാരുടെ ഉയർച്ചയോ അപമാനം തന്നെ.